എത്ര ബിസിനസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഏകദേശം 15ഓളം ബിസിനസ് ചെയ്തിട്ടുണ്ട്. 15 പൊട്ടി. 15 പൊട്ടി. 15 ബിസിനസ് പൊട്ടി, 10 ലക്ഷത്തോളം കടം, വീട്ടിലുപ്പ മോനെ നിർത്തിക്കോളാനും പറഞ്ഞു. എന്താണ് അടുത്ത് ചെയ്തത്? മേക്കപ്പിൻ്റെ ഒരു ഇതായിരുന്നു ഓഫീസ്. അപ്പോൾ അവിടെ മേക്കപ്പ് റൂമുണ്ട്. അപ്പം ആ മേക്കപ്പ് റൂം ഞങ്ങൾ അങ്ങനെ വെച്ചത്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ, ഞാനൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് പണിയെടുക്കാം. സ്ഥലമില്ല, ഇരിക്കാൻ സ്ഥലമില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ള പന്നിങ്കരയിൽ ഒരു 10,000 സ്ക്വയർ ഫീറ്റ് ഓഫീസിലേക്ക്. എക്സലന്റ്. 10,000 സ്ക്വയർ ഫീറ്റ്. പക്ഷേ അതിപ്പോൾ 1 കൊല്ലം ആയി. കറക്റ്റ് 1 കൊല്ലം ആവുന്നതിന് മുമ്പ് ഞങ്ങളിപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു 6 ഫ്ലോർഡ് ബിൽഡിംഗ് മൊത്തം എടുത്തു. വെരി ഗുഡ്. ദുബായിൽ നമ്മൾ സ്ഥാപനം തുടങ്ങി. താങ്കളുടെ പ്രായം എന്താണ്? 29. 29 വയസ്സിൽ 250 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭകനായി താങ്കൾ. ദുബായിൽ എത്ര പേരുണ്ട്? 12ഓളം പേര്. നിങ്ങളൊരു കൾച്ചർ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു മുതലാളി തൊഴിലാളി ബന്ധം ഞാൻ അവിടെ കണ്ടില്ല. നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ ഒരു ബ്രോ ചിൽ വൈബ് കൾച്ചറൊക്കെയാണ്. നിങ്ങളൊരു മുതലാളിയായിട്ടല്ല അവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നി. എന്താണ് ഇതിൻ്റെ പിന്നിൽ? ഈ 2 കാര്യങ്ങൾ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സമയത്ത് ആരാണോ ലോങ് ടേം ഗെയിം കളിക്കുന്നത് അവരായിരിക്കും സക്സസ്ഫുൾ ചെയ്യുക. അത് നിങ്ങളുടെ ജോബിലാവട്ടെ ഓണ്ടർപ്രണർഷിപ്പിലാവട്ടെ. മിററിൽ എഴുതി വെച്ചിരിക്കുന്ന ഹാരിസ്, മിററിൽ എഴുതി വെച്ചിട്ടുണ്ട് ദിസ് മാൻ ബിൽഡ് എ 100 CR കമ്പനി എന്നുള്ളത്. വെരി ഗുഡ്. നമ്മുടെ പുതിയ സംരംഭകർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്നറിയാൻ നമുക്കെല്ലാവർക്കും താല്പര്യമുണ്ട്. ഇന്ന് ന്യൂ ജനറേഷൻ അഥവാ ജെൻസി ഒട്ടുമിക്ക ആൾക്കാരും സംരംഭത്തിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവരാണ്. നിരവധി സംരംഭങ്ങൾ തുടങ്ങുക, നിരവധി പരാജയങ്ങൾ ഉണ്ടാവുക, എന്നാലും സംരംഭം തലയ്ക്ക് പിടിച്ച് അദ്ദേഹത്തിൻ്റെ കർമ്മമേഖല കണ്ടുപിടിച്ച് വിജയിച്ച ഒരു ജെൻസി സംരംഭകനാണ് ഇന്ന് എന്നോടൊപ്പം. ഹായ്, ഞാൻ ഷമീം റഫി, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. പുതിയ തലമുറയെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് ജെൻസി വിജയിച്ച ഒരു സംരംഭകരാണ് ഹാരിസ് അബൂബക്കർ. എൻ്റെ സുഹൃത്തു കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ സന്തോഷത്തോടുകൂടി സ്പാർക്കിൻ്റെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഹാരിസ്, വെൽക്കം ടു സ്പാർക്ക്. താങ്ക് യു സോ മച്ച്. നമ്മൾ കോഴിക്കോട് വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്. താങ്കളുടെ ട്രെയിൻ നമ്മൾ ദുബായ് വെച്ചിട്ടാണ്. ദുബായിൽ ആദ്യം കണ്ടുമുട്ടി, അതിനുശേഷം കോഴിക്കോട് താങ്കളുടെ ടീമുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. ഹോട്ട് സീറ്റിൽ ഇരിക്കാൻ താങ്കൾ തീർച്ചയായും അർഹനാണ്. നാട് എവിടെയാണ്? തളങ്കര ബാങ്കോടാണ്. കാസർഗോഡ്, തളങ്കര, ബാങ്കോട്. കാസർഗോഡുകാരനാണ്, പക്ഷെ കാസർഗോഡ് ആക്സെന്റ് ഹാരിസിനില്ല. അത് കുറേ വർഷമായിട്ട് കോഴിക്കോട് എന്നുകൊണ്ടായിരിക്കാം. പക്ഷെ അവിടെ എത്തുമ്പോൾ കാസർഗോഡ് ആക്സെന്റ് മാറും കേട്ടോ. അറിയാതെ വരും അല്ലേ കാസർഗോഡ്. ഹാരിസ് പഠിച്ചതൊക്കെ അവിടെ തന്നെയായിരുന്നു അല്ലേ? ഞാൻ സ്കൂൾസൊക്കെ മൊത്തം അവിടെ തന്നെ പഠിച്ചു. കോളേജ് മാംഗ്ലൂർ പഠിച്ചു. ഞങ്ങൾക്ക് മാംഗ്ലൂർ ഭയങ്കര അടുത്തല്ലേ. എന്തായിരുന്നു? BBA ബിസിനസ് ഇതാണ് പഠിച്ചതല്ലേ? താങ്കൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ സംരംഭകനായിട്ട് എനിക്കറിയാം അല്ലേ? അതിനു മുമ്പ് താങ്കളുടെ പാരൻസ് ആരെങ്കിലും ബിസിനസ്സിലോ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് പീഡേക്കാരൻ ഫാമിലി എന്നാണ്. അപ്പം പീഡേക്കാരൻ കച്ചവടക്കാർ എന്നൊക്കെ പറയും. അപ്പം ഞങ്ങൾ ഇപ്പം എൻ്റെ കുടുംബം മൊത്തം പീഡേക്കാരൻ എന്നറിയപ്പെടുന്ന ആൾക്കാരാണ്. അതല്ലാണ്ട് എൻ്റെ ബ്രദർ പണ്ട് മുതലേ ബിസിനസ്സിൽ ഞാൻ കാണുന്നതാണ്. ഉപ്പയും ബിസിനസ്സിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ബിസിനസ്സിൽ കാണുന്നതാണ്. അതല്ലാണ്ട് എനിക്ക് പണ്ടേ ബിസിനസ്സിനോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് അടങ്ങാത്ത താല്പര്യം ഉണ്ടായിരുന്നു. എവിടെന്നൊക്കെയാണ് ഇത് തുടങ്ങുന്നത്? ഞാൻ ഒരു 10ാം ക്ലാസ് മുതലേ തന്നെ പലതായിട്ട്, അന്നൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. നമ്മൾ ഇലാസ്റ്റിക് ബാൻഡിൽ പേര് എഴുതിയിട്ട് ആൾക്കാരെ നെയിം ഉണ്ടാക്കിയിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ട് ഒരുപാട് വിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഒരു കോഴ്സ് സെല് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാൻ ഇടയായി. അവിടുന്നാണ് പിന്നെ എനിക്ക് കുറേ സെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ. എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്? 10ൽ +1 ആ ഒരു സമയത്തായിരുന്നു. ആ സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു ലീഗലി പെർമിറ്റഡ് ആയിരുന്നു? ഇല്ല, ഞാൻ ഉമ്മൻ്റെ പേരിലാണെന്ന്. ഉമ്മൻ്റെ പേര് വെച്ചിട്ടാണ് ഞാനെന്ന് പറയാം. അപ്പോൾ ഉമ്മ എനിക്കിങ്ങനെ നല്ല സപ്പോർട്ടാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ള സപ്പോർട്ടുണ്ട്. അപ്പം അന്ന് ഈ ഇലാസ്റ്റിക് ബാൻഡ് വെച്ചിട്ടുള്ള നമ്മൾ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ഒരു 50ഓളം ആൾക്കാരെ അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ ആ കമ്പനി ഇല്ലാണ്ടായി. പക്ഷെ അതൊരു എക്സ്പീരിയൻസ് ആണ്. അതിലൂടെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡൽഹിയും ബാംഗ്ലൂരും മുംബൈയും ടീം റിട്രീറ്റ്സും ഇങ്ങനെ ഒരുപാട് വേറെ തന്നെ ഒരു ഏരിയയിലേക്ക് പോയ പോലെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു നൂവർ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. നമ്മൾ നാട്ടിലൊക്കെ ആദ്യമായിട്ട് വെബ് ഡെവലപ്മെൻറ്റ് തുടങ്ങിയ ഒരു കുറച്ച് കുട്ടികൾ. അതിൻ്റെ പിന്നെ സ്കൂളിൽ സീനിയേഴ്സാണ്.
ഹവാസ്, നാസിം, AK, ഇങ്ങനെ പറഞ്ഞ ഷാരിഖ്, ഇവരൊക്കെ കൂടിയിട്ടുള്ളൊരു. അപ്പോൾ അതിൽ എന്നെ സെയിൽസായിട്ട് അവർ ജോയിൻ ചെയ്തു. ഞാൻ സെയിൽസ് ഡോർ ടു ഡോർ സെയിൽസൊക്കെ തുടങ്ങി. നിങ്ങൾക്ക് വെബ്സൈറ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ തുടങ്ങി. ആ സമയത്ത് നമുക്ക് ഐലേഡി എന്ന് പറഞ്ഞിട്ടൊരു നമ്മൾ ഇ-കൊമേഴ്സ് ഡ്രസ്സൊക്കെ മുംബൈയിൽ നിന്ന് ഡ്രസ്സ് കൊണ്ടുവരും, നമ്മൾ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി, അതൊക്കെ ലോഞ്ച് ചെയ്തു, അതിലൂടെ സെല് ചെയ്യുന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഈ നൂവറിലുള്ള ഒരാളും പുറത്തുള്ള ഒരാളുമായിട്ട് ഞാൻ ട്രയംഫ്, എനിക്കൊരു മാഗസിൻ തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു. മാഗസിൻ പ്രിന്റഡ് മാഗസിൻ, സക്സസ് ബേസ്ഡ് പ്രിന്റഡ് മാഗസിൻ. അപ്പം ഞങ്ങളൊക്കെ അന്നൊക്കെ ഇങ്ങനെ ഒരുപാടൊന്നും അറിയില്ല, ഞങ്ങൾക്ക് ഈ സ്റ്റാർട്ടപ്പ് വേൾഡും കാര്യങ്ങളും ഒന്നും അറിയില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാഗസിനിൽ ഈ ഫോബ്സ് ക്വാളിറ്റി മാഗസിൻ വേണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് ഈ മാഗസിനിൽ തന്നെ ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവരണം എന്നുള്ളത് ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അന്ന് ഈ മാഗസിനിൽ ഓരോ ആർട്ടിക്കിൾ വായിക്കാൻ വേണ്ടിയിട്ട് റീഡിങ് ടൈം എസ്റ്റിമേറ്റർ, പിന്നെ റിവേഴ്സ് നമ്പറിങ്, ഒരു പോയിന്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ റെഡ് ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ആ മാഗസിനിൽ എഡിറ്റേഴ്സ് മുതൽ എല്ലാവരും സ്റ്റുഡൻസ് തന്നെയാണ്. അത് +1 +2 ആ സമയത്തുള്ള ഇതാണ്. അപ്പം എനിക്കൊന്ന് പ്ലസ് ടുവിൽ ചെയ്യുമ്പോഴാണ് ഈ ഒരു മാഗസിൻ്റെ സംഭവം വരുന്നുള്ളത്. അപ്പം നമ്മൾ അതിലുള്ള എല്ലാവരും സ്റ്റുഡൻസാണ്, എല്ലാവരും ഇങ്ങനെ ഒരു ആഗ്രഹം കണ്ടിട്ട് വന്നതാണ്. അത് കഴിഞ്ഞു. നമ്മൾ മാഗസിനിൽ നമുക്ക് ഒരു പ്രിൻ്ററിനൊക്കെ ഓക്കെ ആയി. നമ്മൾ ഒരു എഡിഷൻ ലോഞ്ച് ചെയ്തു, കുറച്ച് സബ്സ്ക്രിപ്ഷനൊക്കെ കിട്ടി, 200 സബ്സ്ക്രിപ്ഷൻ കിട്ടി. പക്ഷേ നമ്മൾ 1000 കോപ്പി ലോഞ്ച് ചെയ്തു. നല്ല ക്വാളിറ്റിയാണ്, ഇത് എവിടെ എത്തിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് പിന്നെ മാഗസിൻ്റെ സമയത്ത് ഈ ലൈസൻസ് കിട്ടാൻ വേണ്ടി കുറേ ഗവൺമെൻറ് ഓഫീസിൽ കയറി ഇറങ്ങി. അതൊക്കെ ഞങ്ങളിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതാനൊക്കെ തുടങ്ങി. എനിക്ക് ഓർമ്മ വരാണ്. പിന്നെ അപ്പം ഈ മാഗസിൻ എങ്ങനെ നടക്കുന്നില്ല. ഞങ്ങൾ ഒരു എഡിഷൻ ഇറക്കി, അടുത്ത എഡിഷനിൽ റെഡിയാവുമെന്ന് പറഞ്ഞിട്ട് അടുത്ത എഡിഷൻ ഇറക്കി, ഇനിയൊരു എഡിഷൻ കൂടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും എഡിഷൻ ഇറക്കി. ഇതൊക്കെ ചെയ്യുമ്പോഴേക്ക് അത്യാവശ്യം മാഗസിൻ്റെ കോപ്പി വീട്ടിലുമായി, കടങ്ങളുമായി. അപ്പം വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉപ്പ ഈ കോപ്പി കുറേ കണ്ടതുകൊണ്ട് ഉപ്പക്ക് എൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഉപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാഗസിൻ ഇനി കണ്ടു കഴിഞ്ഞാൽ കത്തിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ മാഗസിൻ ഒളിപ്പിച്ച് വെക്കുക, കാറിൻ്റെ ഡിക്കിൽ, കട്ടിൻ്റെ അടിയിൽ. ഇപ്പോഴും എൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മാഗസിനൊക്കെ അങ്ങനെ ഉണ്ട്. ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ, മാംഗ്ലൂർ ഹോസ്റ്റലിലൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കായിരുന്നു നമ്മൾ. അപ്പോൾ ഈ 3 മാഗസിൻ ഇറക്കിയ സമയത്ത് നമുക്ക് മനസ്സിലായി ഇതിന് വേറെ കുറേ കാര്യങ്ങൾ ആവശ്യമുണ്ട്. നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നടക്കൂല, കടങ്ങൾ കൂടാന്നല്ലാണ്ട്. കടങ്ങൾ വന്നു. കാരണം ഈ പ്രിൻ്റർ നമുക്ക് അറിയുന്ന ഒരാളെ തൂവാണ്. അപ്പോൾ പ്രിൻ്റർ പ്രിൻ്റ് ചെയ്ത് തന്നു, പിന്നെ പൈസ എന്നുള്ളത്. പക്ഷേ നമുക്കിത് ഒരു 200 സബ്സ്ക്രിപ്ഷനേ നമുക്ക് കിട്ടിയിരുന്നുള്ളൂ. സബ്സ്ക്രിപ്ഷനൊക്കെ ഞങ്ങൾ ഈ സ്കൂൾസിലൊക്കെ, ഞാൻ കോളേജിൽ പോകുമ്പോഴേക്ക് യൂണിഫോം മാറ്റിയിട്ട് പിന്നെ രാവിലെ ഇറങ്ങും വീട്ടിൽ നിന്ന്, യൂണിഫോം മാറ്റും, വേറെ ഡ്രസ്സ് ഇടും, സ്കൂളിൽ പോകും, ക്യാൻവാസ് ചെയ്യും, വരും. പിന്നെ ഞങ്ങൾ കുറേ ഹോസ്റ്റലിൽ, കുറേ കോളേജിൽ സ്റ്റാളിടും, ഇങ്ങനെ ക്യാൻവാസ് ചെയ്യും. അപ്പം ഓൺലൈനിലൊക്കെ അങ്ങനെയില്ല. എത്ര നഷ്ടം വന്നു നമുക്കൊരു 3-4 മാഗസിൻ പ്രിൻറ്റിങ് ആകുമ്പോൾ ഒരു 2.5 lakhs ഒക്കെ അടുത്തുണ്ടാവും. 2.5-3 lakhs അടുത്ത് നഷ്ടം വന്നിട്ടുണ്ടാവും ആ സമയത്ത്. ആദ്യം ആ ചെറുപ്രായത്തിൽ അത്രയും തന്നെ നഷ്ടം വന്നു. അപ്പം ഞങ്ങൾക്ക് പൈസ വീട്ടിൽ നിന്ന് ഇപ്പം എന്തായാലും കിട്ടൂല, വീട്ടുകാരോട് പറയാനും പറ്റൂല. ഞങ്ങൾ ഈ നഷ്ടങ്ങളൊക്കെ അതൊന്നും വീട്ടിൽ പറയൂല. കാരണം ഇത് ഞങ്ങൾ ചെയ്യുന്നൊരു സംഭവം, വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വേണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ സമയത്ത് പ്രിൻ്ററൊക്കെ വിളിച്ചിട്ട് ഞാൻ ആ പ്രിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ അവരൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം എവിടെ ആയിരുന്നു മുങ്ങിയോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞങ്ങൾക്ക് പക്ഷെ അറിയൂല, ഇത് ആ പ്രായത്തിൽ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയൂല. അപ്പം ഭയങ്കര പേടിയാണ്, രാവിലെ കണിക്കുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ ഞങ്ങൾ പ്രിൻ്റർ വാസ് വെരി ഹെൽപ്ഫുൾ, ഫസൽക്ക എന്ന് പറഞ്ഞിട്ട്. പ്രിൻ്റർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല. ഞങ്ങളിങ്ങനെ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇല്ല. അവർ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, അത് നിങ്ങൾ ചെയ്താൽ മതി, എനിക്കുള്ള പൈസ ഞാൻ എടുത്തോളാം എന്നുള്ള രീതി. അങ്ങനെ പ്രിൻ്റർ പറഞ്ഞു പല സ്കൂൾസിൽ പോയിട്ട് ഈ സ്കൂൾസിൽ ഇയർലി മാഗസിൻ ചെയ്യാറുള്ളൂ, 1 year മാഗസിൻ, അതിൻ്റെ പ്രിൻറ്റിങ് വർക്കും ഡിസൈനിങ് വർക്കും പഠിക്കാൻ പറഞ്ഞു. അപ്പം പ്രിൻ്റർ ആ സ്കൂളിൽ പോകും, എൻ്റെ പേര് പറഞ്ഞാൽ മതി, നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പല സ്കൂൾസിലും പോകാൻ തുടങ്ങി. ഒരു സ്കൂളിൻ്റെ പൈസ കിട്ടാണ്ട് അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ താഴെ ഇരുന്നിട്ട് പിന്നെ പോകില്ല എന്ന് പറഞ്ഞ കഥയൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇവിടെ നിന്ന് വി സ്റ്റാർട്ടഡ് മേക്കിംഗ് മണി. പ്രിൻറ്റിങ് ഇസ് എ വെരി ഗുഡ് മണി. അപ്പം ഞങ്ങൾ അന്ന് മനസ്സിലായി പ്രിൻറ്റിങ് ഭയങ്കര ഗുഡ് മണി. എന്നിട്ട് ഞങ്ങൾക്ക് അന്ന് ഈ മലബാർ സഹോദയ പോലത്തെ ഒരു സ്കോളർഷിപ്പ് എക്സാംസ് ഞങ്ങൾ അന്ന് ചെയ്തിരുന്നു.
ഇതിൽ വി മെയ്ഡ് ഗുഡ് പ്രോഫിറ്റ്. അപ്പം അത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഞങ്ങൾ കടമായിട്ട് വിട്ടു. നിങ്ങൾ കയ്യിലൊന്നും കിട്ടിയിട്ടില്ല? ഇല്ല, ചുരുക്കി പറഞ്ഞാൽ ആ കടം വീട്ടാനായിട്ട് ചെയ്തതാണ്. പക്ഷെ ഞങ്ങൾ കുറെ പഠിച്ചു. അതൊരു അങ്ങനത്തെ ഒരു ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ കിട്ടൂലല്ലോ നമുക്ക് ആ സമയത്ത്. അത് കഴിഞ്ഞ് പിന്നെ എന്താ? അത് കഴിഞ്ഞിട്ട് രസകരമായ സംഭവം എന്താ വെച്ചാൽ ഞങ്ങൾ ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോംബെ പോയി. ഫ്ലൈറ്റൊക്കെ എടുത്തിട്ട് ഫസ്റ്റ് ടൈം പോകുന്നതാണ് ഞങ്ങൾ. ഇതൊക്കെ ചെയ്തതല്ല ഒരു 1 വീക്ക്. ഈ ബോംബെ പോയിട്ട് അവിടെ നമ്മളിങ്ങനെ പോകുമ്പോഴേക്കും ഈ പേപ്പർ ഞങ്ങൾ ഓൾറെഡി പ്രിൻറ്റിങ്ങിൽ കുറച്ച് ഇതാക്കിയുണ്ട്. ഈ പേപ്പറിൻ്റെ ഹോൾസെയിൽ ഭയങ്കര പൈസ കുറവ് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് കിട്ടിയ ഐഡിയ ആണ് പേപ്പർ കൊണ്ടുപോകാം നാട്ടിലേക്ക്, എന്നിട്ട് മറച്ചു വെക്കാമെന്ന് പറഞ്ഞിട്ട്. ഞങ്ങളങ്ങനെ അപ്പം തന്നെ വീണ്ടും എൻ്റെ ഫ്രണ്ടിൻ്റെ പാർട്ട്ണറിൻ്റെ ബ്രദറിൻ്റെ പൈസ എന്തോ കടം വാങ്ങി എനിക്ക് തോന്നുന്നു ഒരു 30,000 50,000 പേപ്പർ വാങ്ങി. അപ്പം ഞങ്ങൾ വിചാരിച്ച ചെറിയ ചെറിയ പേപ്പറായിരിക്കും. പക്ഷേ ഈ പേപ്പർ യൂബർ ഡ്രൈവർ ഉണ്ടോ കൊണ്ടുവന്ന് ഇവർ മുകളിൽ കയറ്റി, പിന്നെ ട്രെയിൻ ലേറ്റായി, ഞങ്ങൾ കുറേ പേപ്പർ പാറിപ്പോയി. ഇത് ബോംബെയിൽ നിന്ന് ലാസ്റ്റ് ഒരു ട്രെയിനിൽ കയറ്റി വിട്ടു. ഞങ്ങൾ ട്രെയിൻ മിസ്സായി, ഞങ്ങൾ നിന്ന് വന്നു. പക്ഷെ അതൊന്നുമല്ല, നാട്ടിലെത്തിയിട്ടാകുമ്പോൾ ഈ പേപ്പർ വന്നത് മീനിൻ്റെ ഇതിൻ്റെ കൂടെയാണ്. ഈ പേപ്പർ 3 ദിവസമായിട്ട് വന്നിട്ടില്ല. 4ാമത്തെ ദിവസം മാംഗ്ലൂർ പോയിട്ടാണ് വീണ്ടും ഇങ്ങോട്ട് വരുന്നുള്ളത്. ഇതിവിടെ കുന്നുകൂടാൻ തുടങ്ങി. ഈ പേപ്പർ ഉപയോഗിക്കാനും പറ്റൂല, റെയിൽവേൻ്റെ അവർ ഇത് കൊണ്ടുപോകണമെന്നുമായി. ഇപ്പോൾ ഈ പേപ്പർ എവിടെ വെക്കും? വീണ്ടും ഒരു ചെറിയ കടങ്ങളായി. അപ്പം ഞങ്ങൾക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ പേപ്പറിൻ്റെ പറ്റുന്ന ഭാഗങ്ങൾ സെല് ചെയ്തു. അതല്ലാണ്ട് ഞങ്ങൾ പല ബിസിനസ്സും വീണ്ടും ചെയ്യാൻ തുടങ്ങി. അതിൽ ഞാൻ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. ഈ പേട ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങൾ തൃക്കരിപ്പൂർ മുതൽ കാഞ്ഞങ്ങാട് വരെ പല ഷോപ്പിലും കയറിയിട്ട് പേട വിറ്റിട്ടുണ്ട്. പിന്നെ അങ്ങനെ പല ബിസിനസ്. എത്ര ബിസിനസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഏകദേശം 15ഓളം ബിസിനസ് ചെയ്തിട്ടുണ്ട്. 15 പൊട്ടി. നമ്മൾ ട്രയംഫിൻ്റെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി പോലെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സ്കൂട്ടറിലൊക്കെ പോവും. പിന്നെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഒരു റെൻ്റൽ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട്. ഓറോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എക്സലാറയിൽ കൊച്ചിയിൽ വന്ന് പിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പല ബിസിനസ്സും ചെയ്ത് നമുക്ക് മനസ്സിലാവില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ അവസാനം ഞങ്ങൾ പിന്നെ എല്ലാ ബിസിനസ്സും ഏറ്റവും കൂടുതൽ കടം വന്നത് ഏതാണ്? അവസാനത്തേലാണ്. അതാണ് അതിൻ്റെ ഏറ്റവും രസം. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ലിഥിയം അയൺ ബാറ്ററി ഉണ്ടാക്കി വിൽക്കുന്ന ഒരു സ്റ്റാർട്ടപ്പിൽ കൂടി വർക്ക് ചെയ്തിരുന്നു. അപ്പം അവിടെ നിന്ന് ഇതും വർക്കാവാത്ത സമയത്ത് എനിക്ക് ദുബായ് പോകേണ്ട പ്രഷർ വന്നു. നോർമലി മലബാർ ഫാമിലിയിൽ കടങ്ങളും ഉണ്ട്. പിന്നെ അപ്പോൾ ആ സമയത്ത് ഫ്രണ്ട്സിന് അത് പണ്ടത്തെ ആ ഫ്രണ്ട്സ് അവരൊരു ഇത്താത്താസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു തട്ടുകട പോലത്തെ ഒരു ഷോപ്പ്, നല്ല ചായൻ്റെ. ഇത് ഞങ്ങൾ ഞാൻ കൂടിയിട്ട് വലുതാക്കാന്നുള്ള പ്ലാനായി, ഹോട്ടലാക്കാൻ. എന്താണ് അതിൻ്റെ പേര്? ഇത്താത്താസ് തന്നെയാണ്. ഇത്താത്താസ്. അപ്പം ഞങ്ങൾക്ക് അന്ന് മേനകാ ഗാന്ധിൻ്റെ ലെറ്ററൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടുത്തെ ചുറ്റുഭാഗത്തുള്ള വുമൺ ആൾക്കാരിൽ നിന്ന് പിന്നെ അപ്പം വാങ്ങിയിട്ട് അവിടെ വെച്ചിട്ട് വിൽക്കാറായിരുന്നു. പക്ഷെ അത് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. അതിനെ വലുതാക്കാന്നുള്ള ഒരു അത്യാഗ്രഹം വന്ന സമയത്ത് ഞാൻ ജോയിനായി. ഞാനൊരു അപ്പോൾ ഓൾറെഡി ഇത്താത്താസിന് കടങ്ങളുണ്ട്. ആ കടങ്ങളിലേക്ക് ഞാൻ പാർട്ടായി. പിന്നെ ഞാൻ കുറച്ച് ഫണ്ട് കിട്ടും. എന്നിട്ട് പക്ഷേ ഞങ്ങളിൽ ഉണ്ടായ ഫണ്ട് എന്ന് വെച്ചാൽ ഈ ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള ഫണ്ട് മാത്രം, അത് റൺ ചെയ്യാനുള്ള ഫണ്ടില്ല. അന്നാണ് ഞങ്ങൾ ഈ വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ച് പഠിക്കുന്നുള്ളത്. നമ്മൾ എല്ലാ പൈസയും ഉണ്ടാക്കാൻ ഡംപ് ചെയ്തിട്ട് ഇത് റൺ ചെയ്യാൻ പൈസ ഇല്ലാത്തപ്പോഴുള്ള പ്രശ്നം. പക്ഷെ അത് 8 നില പൊട്ടി. അതിൻ്റെ കടം വന്നു. അത് ഒരു നല്ലൊരു 8, 9, 10 ലക്ഷം ഉറുപ്പിൻ്റെ അടുത്ത്. ബിൽഡിംഗ് ഓണറിൻ്റെ റെൻ്റലും എല്ലാം. എത്ര പ്രായമുണ്ടെന്ന്? ഞാൻ കോളേജ് അപ്പോഴും 2nd ഇയർ or 3rd ഇയർ. ഈ ട്രയംഫ് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യുന്നുള്ളത്. ഒരു 18-19 വയസ്സുള്ളൂ ആയിരിക്കും. അപ്പം ഈ ഇതിൻ്റെ റെൻ്റ്, പിന്നെ എനിക്കന്ന് ഭാഗ്യം എന്ന് പറയാൻ പറ്റൂല, നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് അന്ന് കിട്ടി. അപ്പം നോർമലി ഏറ്റവും നല്ല ബാങ്ക് ബാലൻസ് ഉള്ളവർക്കൊന്നും അന്ന് എന്നോട് പറയാറ്, എനിക്ക് കിട്ടിയത് 1.3 lakhs ബാലൻസുള്ള ക്രെഡിറ്റ് കാർഡാണ്. അത്ര ബാങ്ക് ബാലൻസ് ഉള്ളവർക്ക് വരും അത്ര കിട്ടില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ എടുക്കും, സാധനം വാങ്ങും. പിന്നെ എനിക്ക് കറക്റ്റ് പറയാറ്, നമ്മൾ ഗോൾഡ് ജ്വല്ലറിയിൽ പോവും, ക്രെഡിറ്റ് കാർഡ് വെച്ച് ഗോൾഡ് ചെയ്യും, അപ്പം തന്നെ തിരിച്ചു. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഇതൊക്കെ എത്രയോ പ്രാവശ്യം നമുക്ക് അറിയുന്ന ജ്വല്ലറി പോകണ്ടെന്ന് വെച്ചാൽ ഓരോ ജ്വല്ലറി കഴിഞ്ഞിട്ട് വേറെ ജ്വല്ലറി പോകും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എല്ലാം കൂടി സ്റ്റക്കായി. അപ്പം ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ നൂലാമാലകളൊന്നും നമുക്ക് അറിയൂല. ഈ പൈസ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം എന്നുള്ളത്. ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാണ്ടായി, നമുക്ക് ഇൻകം ഇല്ലല്ലോ. ഇത് കുന്നുകൂടി ഒരു ദിവസം ബാങ്ക് എന്ന ആൾക്കാരൊക്കെ വീട്ടിൽ വന്നു. ആ സമയത്ത് വീട്ടിൽ നിന്ന് കോള് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമായി. എൻ്റെ ഉപ്പ എന്ന് പറയുന്നത് ഇങ്ങനെ ബാങ്കായിട്ടുള്ള ഒരു ഇടപാടും ഇല്ലാത്തൊരു മനുഷ്യനാണ്, അങ്ങനെ ഒന്നും താല്പര്യമില്ലാത്ത മനുഷ്യനാണ്.
അപ്പോൾ അത് ഉപ്പാക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ അതൊക്കെ ഭയങ്കര പ്രശ്നം വന്ന സമയത്ത് സംവെയർ ഐ അണ്ടർസ്റ്റുഡ് ദിസ് ഇസ് നോട്ട് വർക്കിംഗ്. എന്നിട്ട് ആ ക്രെഡിറ്റ് കാർഡ് ഞാൻ 1.25 ലക്ഷത്തിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഒരു 3-3.5 ലക്ഷം ഉറുപ്പിക കൊടുത്തിട്ടുണ്ടാവും ടോട്ടലായിട്ട്. ഇൻട്രസ്റ്റും എല്ലാ കാര്യങ്ങളും. അതാണ് ഏറ്റവും കൂടുതൽ എന്നെ ഇത് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പിന്നെ അതല്ലാണ്ട് പല ആളിൽ നിന്നും കുറച്ച് പൈസ ഒക്കെ വാങ്ങിയിട്ടുണ്ടായി ഈ ഹോട്ടലിലേക്കുള്ള സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് ഷെഫിന് കൊടുക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. നല്ല ഷെഫ് വെക്കാത്തപ്പോഴേക്ക് പിന്നെ ആൾക്കാർ വരാണ്ടായി, ഇടയ്ക്കിടയ്ക്ക് പൂട്ടേണ്ട വന്നു. അപ്പോൾ അത് നല്ല പൊട്ടി. അപ്പോൾ ഞങ്ങൾ തന്നെ 15 ബിസിനസ് പൊട്ടി, 10 ലക്ഷത്തോളം കടം, വീട്ടിലുപ്പ മോനെ നിർത്തിക്കോളാനും പറഞ്ഞു. എന്താണ് അടുത്ത് ചെയ്തത്? ആ സമയത്താണ് പിന്നെ എനിക്ക് ഇതൊന്നും വർക്കാവില്ല എന്ന് മനസ്സിലായി. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു ഇനി എനിക്ക് വീട്ടിലും നിൽക്കണ്ടെന്നായി. കാരണം വീട്ടിൽ നിന്നിട്ട് ഫോക്കസ് കിട്ടുന്നില്ല, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ നടക്കില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കണം. അപ്പോൾ വീട്ടിൽ പറഞ്ഞു എനിക്ക് കാലിക്കറ്റ് ജോബ് കിട്ടി കോഴിക്കോട്. എന്നിട്ട് വീട്ടിൻ്റെ തന്നെ ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് ഉദുമ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു റൂം എടുത്തിട്ട് അവിടെ സ്റ്റേ ചെയ്യാൻ തുടങ്ങി. ചെറിയൊരു റൂമാണ്. ഒരു റൂമിൽ ഞാനും വേറൊരു റൂമിൽ ഒരു നോർത്ത് ഇന്ത്യനും ഉണ്ട്. ഞങ്ങൾ 2 ആൾ അവിടെ. അപ്പോൾ വീട്ടുകാരൊക്കെ വിചാരം ഞാൻ കോഴിക്കോടാണെന്നുള്ളത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 4 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഉമ്മക്ക് വിളിക്കുക, 4-5 മണിക്കൂർ. പക്ഷേ ഞാനവിടെ 5 മിനിറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ പിന്നെ സിസ്റ്റർ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. സിസ്റ്ററിനെ അറിയാം, പക്ഷേ പാരൻസിൻ്റെ ഇതിൻ്റെ പ്രശ്നങ്ങൾ. അങ്ങനെ അവിടെ നിന്നിട്ട് എനിക്ക് മനസ്സിലായി എന്തോ ഞാൻ ചെയ്യുന്നത് റോങ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം എനിക്കിങ്ങനെ കരഞ്ഞ് ഇതിങ്ങനെ ദ്വാരുന്നൊക്കെ സമയമുണ്ട്. അത് ഞാനൊരു ബിസിനസ് ചെയ്യാന്നുള്ളതല്ല, വേറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതെന്തുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഇത്രത്തോളം ചെയ്തിട്ട് എന്നുള്ളത്. അപ്പം അവിടെ ഞാൻ പല ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി, പല വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. കാരണം നമുക്ക് സമയമുണ്ടല്ലോ, രാവിലെ മുതൽ രാത്രി 1 മണി വരെ നമുക്കൊരു റിംഗ് ലൈറ്റ് ഉണ്ട്, ഒരു ടേബിൾ ഉണ്ട്, ഒരു ലാപ്ടോപ്പ് ഉണ്ട്, കുറേ ബുക്ക് ഉണ്ട്. ഇതന്നെയാണ് രാവിലെ മുതൽ രാത്രി വരെ ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. അതാണ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ളൊരു ഗുണം. അപ്പം അവിടെ മെൻറ്റർ പറഞ്ഞു ഒന്ന് ഹാരിസ ഫോക്കസാണ്. മെൻറ്റർ എന്നോട് ചോദിച്ചു ലൈഫിൽ ഏറ്റവും വലിയ അസറ്റ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ലൈഫിൽ ഏറ്റവും വലിയ അസറ്റ് പിന്നെ ടൈമാണ്, അല്ലെങ്കിൽ മണിയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ മെൻറ്റർ പറഞ്ഞു ഹാരിസ എൻ്റെ കേസിലത് ഫോക്കസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏത് സമയത്ത് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ വേറെ 2 ബിസിനസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ പിന്നെ ഇല കൊണ്ട് പ്ലേറ്റ് ഉണ്ടാക്കും. അപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷനിൽ ഒരു പ്രാവശ്യം ഞാൻ പോയിട്ട് ഓരോ സമയത്ത് പോകുമ്പോൾ ഓരോ ഐഡിയ ആണ്, ഒരുപാട് ബിസിനസ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു സമയത്ത് അവിടെ നിന്ന് എന്നെ ഇങ്ങനെ കളിയാക്കി ചോദിച്ചു ഹാരിസ ഓരോ സമയത്ത് വരുമ്പോൾ ഓരോ ഐഡിയ ആണല്ലോ എല്ലാവരും ചോദിച്ചു. അപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഒരു ഐഡിയ സക്സസ്ഫുൾ ആണ്ട് ഞാനിനി ചെയ്യില്ല. ഈ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ക്വിറ്റ് ചെയ്തു. എനിക്ക് എന്നെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ റിലേഷൻഷിപ്പ് എവറിത്തിങ് ഐ ക്വിറ്റ് ആൻഡ് ഐ സ്റ്റാർട്ടഡ് ക്രിയേറ്റിംഗ് കോണ്ടന്റ്. അപ്പോൾ ഈ കോണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അന്ന് എനിക്ക് മനസ്സിലായി ഞങ്ങൾക്ക് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഉണ്ടായിരുന്നു പണ്ട്, ചെറിയൊരു ട്രയംഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് കാസർഗോഡ് ബൂസ്റ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാസർഗോഡ് കൂടുതൽ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത്. അപ്പം ഞാൻ ഈ കുറേ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഫിഗേഴ്സിന് ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് സംവെയർ അണ്ടർസ്റ്റുഡ് ഇതല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇതിൻ്റെ അപ്പുറത്ത് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് അത് വെച്ചിട്ടുള്ള കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ കോണ്ടൻറ്റ് ഉണ്ടാക്കും, പിന്നെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കും. അപ്പോൾ എനിക്കൊരു 10-15 സ്റ്റുഡൻസ് ഉണ്ട്, അവർ 2000 രൂപ തരും. അപ്പം എനിക്കൊരു ചെറിയൊരു എമൗണ്ട് കിട്ടും. അപ്പം എനിക്കിത് സംവെയർ ഐ അണ്ടർസ്റ്റുഡ് ഈ എട്ടെക് പഠിപ്പിക്കുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ മനസ്സിലായി. 2000 രൂപയ്ക്ക് 2 മാസം 3 മാസത്തെ കൺസൾട്ടേഷനൊക്കെ കൊടുക്കും. അതിലുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോഴും എൻ്റെ നല്ല ഫ്രണ്ട്സാണ്. ഈ ഫോക്കസ് ആണ് ഏറ്റവും വലിയ അസറ്റ് എന്നതുകൊണ്ട് എവറിത്തിങ് ഐ ക്വിറ്റ്. ഐ സ്റ്റാർട്ടഡ് ഫോക്കസിങ് ഓൺ ക്രിയേറ്റിംഗ് കോണ്ടന്റ്. ഐ സ്റ്റിൽ ഡോണ്ട് നോ വാട്ട് ഐ വുഡ് ഡു. അപ്പം ആ സമയത്ത് കാസർഗോഡ് ഫ്ലീ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ആ ഫ്ലീ മാർക്കറ്റിൻ്റെ മാർക്കറ്റിംഗ് ചെയ്ത് ഞാനാണ്. അതിന് 10,000+ വാക്കിൻസ് ഉണ്ടായി, വെരി സക്സസ്ഫുൾ ആയി. സംവെയർ ഐ ഹാവ് അണ്ടർസ്റ്റാൻഡ് എനിക്ക് മാർക്കറ്റിംഗ് സ്കില്ലുണ്ടെന്ന് മനസ്സിലായി. ഞാൻ അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാൻ തുടങ്ങി. എന്നെ കണ്ടന്റ് കണ്ടിട്ട് ഒരാൾ ഒരു ക്ലയൻറ്റിനെ തന്നു, 5000 രൂപക്ക് ഒരു ക്ലയൻറ്റിനെ തന്നു. അങ്ങനെയാണ് ആദ്യത്തെ ക്ലയൻറ്റ് വരുന്നത്. അപ്പോൾ അന്ന് എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇന്ന് എൻ്റെ പോഡ്കാസ്റ്റ് എഡിറ്റ് ചെയ്യുന്ന ഞാനാണ്, എൻ്റെ വീഡിയോ ചെയ്യുന്ന ഞാനാണ്, ഈ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ഫോട്ടോസ് ചെയ്യുന്ന ഞാനാണ്, എല്ലാം ഞാനാണ്. വൺ ഡേ ഇതിൻ്റെ ചുറ്റുഭാഗത്ത് കുറേ ആൾക്കാരുണ്ടാവും, നമുക്ക് കുറേ വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഓഫീസ് സ്പേസ് ഉണ്ടാവും. അത് പറയുമ്പോൾ തന്നെ എനിക്ക് ഗൂസ് ബംസാണ്. ഇങ്ങനെ ഞാൻ ആ 2020 എഴുതിയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിന് ഞാൻ എൻ്റെ ഓഫീസും ഈ ചെയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പം ഞാനതിപ്പോൾ പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം അതിൽ പറഞ്ഞ് എന്താണോ അതൊക്കെ എപ്പോഴും നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു 6 മാസത്തോളമായിട്ട് അവർക്ക് നല്ല റിസൾട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കിത് റിസൾട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളത്.
അതിൻ്റെ സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് അടുത്ത ക്ലൈൻറ്റ് വന്നു, റെഫറൽ അടുത്ത ക്ലൈൻറ്റ് വന്നു. എങ്ങനെ കാലിക്കറ്റ് എനിക്ക് ഒരു 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 മാർക്കറ്റിംഗ് കൺസൾട്ടൻസ് വിളിക്കുകയാണ്. അവരുടെ ടീമിനെ അവർ ബ്രാൻഡിങ് ഫോക്കസ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ ടെക്ക് ഭാഗം ഒന്ന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വിളിക്കുക. അങ്ങനെ ഞാൻ നേരെ കാലിക്കറ്റ് എത്തുകയാണ് ഒരു ദിവസം. കോഴിക്കോട് എത്തി. കോഴിക്കോട് എൻ്റെ ടീമും സൈഡിൽ ഞാൻ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ എല്ലാവരും വെരി പാഷനേറ്റഡ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർ മതി. ഞാനൊരു ഇൻറ്റേൺഷിപ്പ് ഒക്കെ കൊടുത്തിട്ട് ആ ഇൻറ്റേൺഷിപ്പിൽ ഏറ്റവും പാഷനേറ്റഡ് ആയിട്ടുള്ള കാണുന്ന ആൾക്കാരെ ഞാൻ പിന്നെ എൻ്റെ ടീമിലേക്ക് എടുക്കും. അങ്ങനെ കാരണം ഈ അന്ന് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾ കുറച്ചാണ്. അപ്പോൾ ഈ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ ആൾക്കാർ ജോയിൻ ചെയ്യാനും ഭയങ്കര ഈസിയാണ്. അങ്ങനെ എൻ്റെ ആദ്യത്തെ ടീമുണ്ടായി. അവരെ മെല്ലെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നു. ആദ്യം 3-4 ആൾക്കാർ, ബാക്കിയൊക്കെ ഫ്രീലാൻസേഴ്സും കാര്യങ്ങളും. ആ സ്ഥാപനത്തിൻ്റെ ഒരു ഡെസ്ക്കാണ് നമ്മളിത്. അപ്പം അന്നൊക്കെ എനിക്ക് സംവേദന, ഞാൻ അന്ന് മുതലേ ഈ കൾച്ചറൊക്കെ ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു. അത് അടിപൊളിയായിട്ട് ചെയ്യണം എന്നുള്ളത്. കാരണം എനിക്ക് മനസ്സിലായി സാലറി കൊടുത്തിട്ട് എനിക്ക് ഒരാളെ കുറേ നിർത്താൻ പറ്റില്ല. വെൻ യു സ്റ്റാർട്ട് യു കൻ നോട്ട്. അപ്പം നമ്മൾ ഏറ്റവും നല്ല കൾച്ചർ കൊടുത്തിട്ട് നിർത്തണം എന്നുള്ളത് തന്നെയാണ് നമ്മളെ ഒരു സ്ട്രാറ്റജി മോട്ടോ ഉണ്ടായത്. അവിടെ നിന്ന് നമ്മൾ അത് ഫില്ലാവുമ്പോഴേക്ക് നമ്മൾ ചെറുട്ട് റോഡ് ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഓഫീസ് എടുത്തു. അതേ കൊല്ലം തന്നെ ഒരു കൊല്ലാവുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ താഴത്തെ നമ്മൾ ഓപ്പോസിറ്റ് ഹാക്കക്ക് നമ്മളൊരു പിന്നെ ഓഫീസ് എടുത്തു. അവിടെ 4 സ്റ്റുഡൻസിൻ്റെ ഫസ്റ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ താഴെ അതേ കൊല്ലം ഫുള്ളാവാത്തതുകൊണ്ട് അങ്ങനെ ഒരു സമയത്ത് എത്തുമ്പോൾ 70 ആൾക്കാരും ഒരു ടോയ്ലറ്റും എല്ലാവരും നിലത്തൊക്കെ ഇരുന്ന് പണിയെടുക്കാം. വെരി ഗുഡ്. അപ്പം പിന്നെ ഒരു നമുക്ക് വളർന്നു. അപ്പം അതിൻ്റെ താഴെ തന്നെ ഒരു മേക്കപ്പിൻ്റെ ഒരു ഇതായിരുന്നു ഓഫീസ്. അപ്പോൾ അവിടെ മേക്കപ്പ് റൂമുണ്ട്. അപ്പം ആ മേക്കപ്പ് റൂം ഞങ്ങൾ അങ്ങനെ വെച്ചിരുന്നു. അപ്പം ഞങ്ങൾ ഞാനൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് പണിയെടുക്കാം. ഇരിക്കാൻ സ്ഥലമില്ല. ഏറ്റവും പ്രശ്നം സ്ഥലമില്ല എന്നുള്ളതാണ്. പിന്നെ ക്ലയൻറ്റിൻ്റെ സൗണ്ട്, ക്ലയൻസും ഇത് കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഇത് പിടിച്ചെടുക്കാൻ പറ്റില്ല, ഒരു വലിയ ഓഫീസ് എടുക്കണം. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഉള്ള പന്നിയങ്കരയിൽ ഒരു 10,000 സ്ക്വയർ ഫീറ്റ് ഓഫീസിലേക്ക് 15,000 സ്ക്വയർ ഫീറ്റ് ഓഫീസിലേക്ക് മാറിയത്. 6 ക്ലാസ് റൂമും പിന്നെ ഒരു ഏകദേശം ഒരു 500 ആൾക്കാർക്ക് ഇരിക്കാനുള്ള 500 ആൾക്കാർ വരെ ഇരിക്കണം. അതിൻ്റെ അപ്പുറത്ത് നമ്മളിനി 5 കൊല്ലത്തേക്ക് ഓഫീസ് ചിന്തിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവിടെ എടുത്തത്. പക്ഷേ അതിപ്പോൾ 1 കൊല്ലം ആയി. കറക്റ്റ് 1 കൊല്ലം ആവുന്നതിന് മുമ്പ് ഞങ്ങളിപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു 6 ഫ്ലോർഡ് ബിൽഡിംഗ് മൊത്തം എടുത്തു. വെരി ഗുഡ്. ദുബായിൽ നമ്മൾ സ്ഥാപനം തുടങ്ങി. എക്സലന്റ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര എംപ്ലോയീസ് ആയി? നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു 250 അടുത്ത് എംപ്ലോയീസ് ഉണ്ടാവും. 250 എംപ്ലോയീസ്. താങ്കളുടെ പ്രായം എന്താണ്? 29 വയസ്സിൽ 250 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭകനായി താങ്കൾ. ദുബായിൽ എത്ര പേരുണ്ട്? 12ഓളം പേരുണ്ട്. താങ്കളുടെ സ്ഥാപനത്തിൻ്റെ പേരെന്താണ്? ഹാരിസൺ കൺസൾട്ടിംഗ് എന്നാണ് ഏജൻസിയുടെ പേര്. താങ്കളുടെ പേര് തന്നെയാണ് ഇട്ടിരിക്കുന്നത്? എൻ്റെ പേര് തന്നെയാണ് ഇട്ടത്. ഹാക്ക എന്നാണ് അക്കാഡമി, അതായത് പിന്നെ സ്കൂൾ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൻ്റെ പേര്. ഹാരിസൺ കോ കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? ഹാരിസൺ കോയിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഉള്ള എല്ലാ സർവീസും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു 360 ഡിഗ്രി കൊടുക്കുന്നുണ്ട്. പെർഫോമൻസ് മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, SEO, വെബ് ഡെവലപ്മെൻറ്റ്, ബ്രാൻഡിങ് ആൻഡ് UI UX, പ്രൊഡക്ഷൻ, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. റീസെൻ്റ്ലി ആയിട്ട് നമ്മൾ കുറേ AI വെച്ചിട്ട് പ്രോസസ്സ് ഇമ്പ്രൂവ്മെൻറ്റ് കുറേ ചെയ്യുന്നുണ്ട്. അതായത് പണ്ട് 10 പേരെടുക്കുന്ന പ്രോസസ്സ് ഇന്ന് 2 പേരെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു AI ഓട്ടോമേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പണ്ട് 10 ദിവസം എടുക്കുന്നത് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ ക്ലയൻസിനും ഇത് ഒരുപാട് പെയിൻ പോയിൻ്റ് ഉണ്ട്. അവർക്ക് ചിലപ്പം ഒരു പ്രോപ്പർ ഡാഷ്ബോർഡ് ആയിരിക്കും അവർക്ക് വേണ്ടത്, ചിലപ്പോൾ അവർക്ക് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം ഞങ്ങൾ മറ്റു കമ്പനീസിന് AI സർവീസ് കൂടി അവരുടെ പ്രോസസ്സ് അവർക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതെന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മൊത്തം ഓട്ടോമേറ്റ് ചെയ്യും. ഈ ഒരു സർവീസ് കൂടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഹാക്ക? അതൊരു എക്കോസിസ്റ്റമാണ്. അപ്പം ഞങ്ങൾ എന്താ ട്രൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ആൻഡ് സർവീസ് തമ്മിലുള്ള ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നോർമലി ഈ ഏജൻസീൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ ആൾക്കാർ എഡ്യൂക്കേഷൻ തുടങ്ങുമ്പോഴേക്കും ഏജൻസി ഞങ്ങൾ ഗ്രോത്ത് ലിമിറ്റ് ചെയ്യും. കാരണം ഇറ്റ്സ് ഓൾവേസ് ഈസി ടു സ്കെയിൽ ആൻ എഡ്ടെക് കമ്പയർഡ് ടു ഏജൻസി. പക്ഷേ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. അക്കാഡമി എത്രത്തോളം അല്ലെങ്കിൽ ഹാക്ക എത്രത്തോളം ഗ്രോ ചെയ്യുന്നു അത്രത്തോളം ഏജൻസിയും ഗ്രോ ചെയ്യാൻ എന്നുള്ള നിർബന്ധമുണ്ട്. അപ്പം ഒരു സൈഡ് പഠിപ്പിക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, ആ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പുറത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൊഫസേഴ്സ് എന്നൊക്കെ പറയാം അല്ലെങ്കിൽ മെൻറ്റേഴ്സ് എന്നൊക്കെ പറയാം, ഈ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാനാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നുള്ളത്. അത് ഞങ്ങൾക്കുള്ള വാശി എന്താ വെച്ചാൽ ആര് പഠിപ്പിക്കുന്നെങ്കിലും അത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ പഠിപ്പിക്കാൻ പാടുള്ളൂ.
അവരിൽ നിന്ന് കുട്ടികൾ പഠിക്കണം. ഈ എക്കോസിസ്റ്റം ഉണ്ടുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ ദിസ് ഈസ് വാട്ട് വി ആർ ട്രൈങ് ടു അച്ചീവ് ആൻഡ് സ്ട്രൈവ് ഫോർ എവറി ഡേ. ഹാരിസ്, ഞാൻ താങ്കളെ അടുത്തറിയുന്നത് കോഴിക്കോട് വെച്ചിട്ടാണ്. ആണ്. താങ്കൾ ഒരു ജെൻസി ഓൺട്രപ്രണറാണ്. അന്ന് ഞാൻ അവിടെ കണ്ടത് താങ്കളുടെ എംപ്ലോയീസിൽ എനിക്ക് തോന്നുന്നു ഒരു 99% താങ്കളെക്കാളും പ്രായം കുറഞ്ഞവരാണ്. എല്ലാം പിള്ളേരാണ് അല്ലേ? അപ്പോൾ ഇന്നത്തെ തലമുറയിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, ഇന്നത്തെ തലമുറയെ, അതായത് നമ്മൾ ഈ പറയുന്ന ന്യൂ ജെൻ, അവർ ഏകദേശം ഒരു 25% തൊഴിൽ എല്ലാ സ്ഥലങ്ങളിലും ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി അത് കൂടുകയാണ്. ഇനി അവരെ ലഭിക്കുകയുള്ളൂ നമുക്ക് മാർക്കറ്റിൽ. നിങ്ങളുടെ ഒരു കൾച്ചർ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു മുതലാളി തൊഴിലാളി ബന്ധം ഞാൻ അവിടെ കണ്ടില്ല. നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ ഒരു ബ്രോ ചിൽ വൈബ് കൾച്ചറൊക്കെയാണ്. നിങ്ങളൊരു മുതലാളിയായിട്ടല്ല അവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നി. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളത്? താങ്ക്ഫുള്ളി ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പം പല ബിസിനസ് ഓണേഴ്സും വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്നത് ഏജൻസീനെ കുറിച്ചിട്ടോ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടോ അല്ല, ടീമിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നത് ഹാരിസേ എന്നുള്ളതാണ്. അപ്പം അവിടെ ഞാൻ ഭയങ്കര സക്സസ്ഫുൾ എന്ന് പറയില്ല, ബട്ട് സ്റ്റിൽ സംവെയർ ഐ ഹവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഡു ദീസ് പീപ്പിൾ സീക്ക്, റൈറ്റ്? പണ്ട് എവറിത്തിങ് ഇസ് ലോയൽറ്റി, റൈറ്റ്? പണ്ട് ലോയൽറ്റി വാസ് ഓൺലി മണി, റൈറ്റ്? അല്ലെങ്കിൽ നെയിം ഓഫ് ദി കമ്പനി, റൈറ്റ്? ഇന്ന് ലോയൽറ്റി ഈസ് നോട്ട് ദി മണി, ഓൺലി മണി. മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് നോട്ട് ദി ഓൺലി നെയിം ഓഫ് ദ കമ്പനി. ഇറ്റ്സ് ഓൾസോ എത്രത്തോളം ഐ ആം ഏബിൾ ടു പാർട്ടിസിപ്പേറ്റ്, ഐ ആം ഏബിൾ ടു വർക്ക് എലോങ് വിത്ത് യു, നോട്ട് അണ്ടർ യു എന്നുള്ളത്. അപ്പം ദേ എക്സ്പെക്ട് എ ഫ്രീഡം. They expect freedom, they expect decision making, they expect involvement, they expect participation, they expect growth, right? നിങ്ങളൊരു ഗ്രോ ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ ഡോണ്ട് എക്സ്പെക്ട് ദം ടു സ്റ്റേ വിത്ത് യു ഫോർ എവർ, ബിക്കോസ് ദേ കൺസിഡർ ദേ ഗ്രോത്ത്, റൈറ്റ്? എൻ്റെ ഗ്രോത്ത് ഉണ്ടെങ്കിൽ കമ്പനി ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഗ്രോത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ഗ്രോത്ത് ഇല്ലല്ലോ. അവർ പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് പോകാൻ കാരണം എന്തായിരിക്കും? അവർ പെട്ടെന്ന് അതാണ്, അവർക്ക് വാല്യൂ ഇവിടെ എൻ്റെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ എൻ്റെ എക്കോസിസ്റ്റം, ഞാനുള്ള എക്കോസിസ്റ്റം ഇസ് നോട്ട് വാല്യൂയിങ് വി. ഇങ്ങനെയാണെങ്കിൽ അവർ അപ്പത്തിനിട്ട് വരും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് യു വാല്യൂ ദം എന്നുള്ളത്. ചില ഡെസിഷൻ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരെ കൂടെ ചോദിച്ചിട്ട്, പണ്ടൊക്കെ നമ്മൾ ഒരു ഡെസിഷൻ എടുത്തു അത് എക്സിക്യൂട്ട് ചെയ്യാനാണ്. ഇന്ന് ആ ഡെസിഷൻ മേക്കിംഗ് പോലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തെടുക്കലാണ് ഏറ്റവും അവർ വാല്യൂ ചെയ്യുന്നത്. അതേപോലെ ഗ്രോത്ത്, എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഗ്രോത്ത് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഞാനിവിടെ ലിമിറ്റായി പോവോ, എനിക്കിവിടെ നാളെ ഒരു വലിയ എമൗണ്ടിലേക്ക് മാറാൻ പറ്റുമോ, റൈറ്റ്? അത് പ്രൊമോഷണൽ, ഫിനാൻഷ്യൽ, പേഴ്സണൽ, എവറി ഗ്രോത്ത്. ഈ രണ്ട് കാര്യങ്ങൾ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഗ്രോത്ത് പ്ലാൻ ഉണ്ടാകണം, ചാർട്ട് ഉണ്ടാകണം. പിന്നെ അതിലൂടെ എങ്ങനെയാണ് അവരെങ്ങനെയാണ് അതിലൂടെ ഗ്രോ ചെയ്യും എന്നുള്ള ഒരു വിസിബിലിറ്റി അവർക്ക് കൊടുക്കണം. നമ്മളൊരു ഹാർഡ് കോൺവെർസേഷൻ അവരെ കൂടെ ചെയ്യണം. ട്രാൻസ്പെറൻ്റ് ആണ്. നമ്മൾ ചില റവന്യൂ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ട് ഇത് നമുക്കിവിടെ എത്തിക്കണം എന്നുള്ള രീതിയിൽ അവർ ചെയ്തോളും. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. താങ്കളുടെ സ്ഥാപനത്തിൽ അത് പ്രൂവ് ചെയ്തതാണ്? എൻ്റെ സ്ഥാപനത്തിൽ പ്രൂവ് ചെയ്തതാണ്. 5 വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്, 4 വർഷമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ കൂടെ. എല്ലാം ഈ പെർഫോമൻസ് മാർക്കറ്റിങ്ങിന് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആഡ്, SEO ഒക്കെ ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെയാണ് ഇപ്പം റൺ ചെയ്യുന്നുള്ളത്. കമ്പനി മൊത്തം എൻ്റെ ലീഡേഴ്സായിട്ട് തന്നെയാണ് റൺ. ഹാരിസ്, ഇപ്പോൾ താങ്കളുടെ തലമുറയിൽപ്പെട്ട എല്ലാവരും ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലൊരു നല്ല കാര്യമാണ്. ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും തൊഴിലായിരുന്നു ആവശ്യം. ഇന്നത്തെ പുതിയ ജനറേഷൻ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, എല്ലാവർക്കും ഓൺട്രപ്രണേഴ്സ് ആവണം. അപ്പോൾ ഇവരൊരു പ്രത്യേകതയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ജെൻസി ഒരു 95% ആൾക്കാരെങ്കിലും സംരംഭക മോഹികളാണ്. അതിൽ 99% ഈ ഡിജിറ്റൽ മീഡിയയിലോട്ട് തന്നെയാണ് വരുന്നത്. എല്ലാവരും ഇറങ്ങുന്ന SEO, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഈ മേഖലയിലേക്ക് ഒരു തൊഴിലാണ്. പക്ഷെ അതൊരു ഇറങ്ങിക്കഴിഞ്ഞാൽ 1 വർഷം പോലും ഒരു സ്ഥാപനത്തിൽ നിൽക്കുന്നില്ല, അതിനു മുമ്പ് തന്നെ ഒരു ഓൺട്രപ്രണർ ആവാൻ ഇറങ്ങി പുറപ്പെടുകയാണ്. ഇതിൽ 95% ഫെയിലിയറുമാണ്. ഇത്തരക്കാരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ എപ്പോഴും യു ഹാവ് ടു പ്ലേ ദി ലോങ് ടേം ഗെയിം. ഞാൻ എൻ്റെ അടക്കം ഉള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ പറയും, നമുക്ക് ഡോപ്പമിൻ റഷ് ഭയങ്കര ഫാസ്റ്റായിട്ട് വേണം. പണ്ടൊക്കെ നമുക്ക് ഡോപ്പമിൻ റഷ് എപ്പോഴും കേൾക്കാം. വെള്ളിയാഴ്ച മാത്രം കിട്ടുന്ന ബിരിയാണിയോട് നമുക്ക് ഭയങ്കര പ്രിയം ഉണ്ടായിരുന്നു. ഞായറാഴ്ച മാത്രം ദൂരദർശനിൽ വരുന്ന സിനിമ നമ്മളെ കാത്തു നിന്ന് കണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ആ ഡോപ്പമിൻ റഷ് ഓരോ ദിവസം പോകുന്ന നമുക്ക് എന്ത് വേണം കിട്ടി, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളെ ഇടയിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും. നമുക്കൊരു കാര്യം ചെയ്തിട്ട്
കുറച്ച് സമയം വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ നമുക്ക് ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്ത് ഒരു 6 മാസം റിപ്പീറ്റ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ആൾക്കാർ സ്റ്റാഫൊക്കെ വന്ന് പറയും ബോറടിക്കുന്നത്, എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് എന്തെങ്കിലും താ. അവർക്ക് സമയമില്ല, റൈറ്റ്? അപ്പം ഈ സമയത്ത് ആരാണോ ലോങ് ടേം ഗെയിം കളിക്കുന്നത് അവരായിരിക്കും സക്സസ്ഫുൾ ചെയ്യുക. അത് നിങ്ങളുടെ ജോബിലാവട്ടെ ഓൺടർപ്രണർഷിപ്പിലാവട്ടെ. നമുക്ക് 3 വർഷത്തിൽ 5 കമ്പനിയിൽ പണിയെടുക്കാം, പക്ഷേ 5ാമത്തെ കമ്പനിയിലും 6ാമത്തെ കമ്പനിയിലും യു ആർ ബിക്കമിങ് എൻ എംപ്ലോയി. പക്ഷേ 3 വർഷത്തിൽ 1, 2 2ാമത്തെ കമ്പനിയിൽ നിങ്ങൾ ആ കമ്പനീൻ്റെ കൂടെ വളരുന്നെങ്കിൽ ഒരു സമയത്ത് ഈ ഓൺടർപ്രണേഴ്സിനുള്ള ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയും മാറാം. അപ്പം എന്തോ ആവട്ടെ, ഏജൻസിയിലൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുടെ പ്രശ്നമാണ്, നമ്മൾ ഒരു 2 ക്ലയൻറ്റിൻ്റെ പ്രശ്നം വരുമ്പോഴേക്ക് അല്ലെങ്കിൽ ടീമിൻ്റെ പ്രശ്നം വരുമ്പോഴേക്ക് ഞാൻ ക്വിറ്റ് ചെയ്യാം. ഏജൻസി സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമുള്ള ബിസിനസ്സാണ്. യു ഓൺലി നീഡ് വൈഫൈ, ലാപ്ടോപ്പ്, ഇൻ്റർനെറ്റ്, ദാറ്റ്സ് ഇറ്റ്. ഇത് സ്കെയിൽ ചെയ്യാൻ ഏറ്റവും ഡിഫിക്കൾട്ടുള്ള, ബിക്കോസ് ഇറ്റ്സ് എ പീപ്പിൾ സെൻട്രിക് ബിസിനസ്. അപ്പം ദിസ് എ ലോട്ട് ഓഫ് തിങ്സ് പീപ്പിൾ സെൻട്രിക് ആകുമ്പോൾ അവിടെ ഒരുപാട് പീപ്പിൾ പ്രശ്നങ്ങളുണ്ടാകും ദാറ്റ് യു നീഡ് ടു ഡീൽ, റൈറ്റ്? അപ്പോൾ അത് നിങ്ങൾ ഏറ്റവും ക്യൂരിയസ് ആയിട്ട് എൻജോയ് ചെയ്തിട്ട് ചെയ്യാണ്ട് നിന്ന് കഴിഞ്ഞാൽ യു വിൽ ഫീൽ നോട്ട് ഗുഡ്. ഇപ്പം ഒരുപാട് കമ്പനീസും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഏജൻസി ചെയ്യുന്ന തന്നെ വേറെ എന്തെങ്കിലും ബിസിനസ്സിലേക്ക് പോവാം, അല്ലേ? ഈസി മണി ഉണ്ടാക്കാം, ഫ്രീലാൻസ് ആയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വേറെ പോവാന്നുള്ളതാണ്. അത് മാറിയിട്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഗ്രോ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ളത്. കേരളത്തിൽ നിന്ന് ഗ്ലോബലി പോകുന്ന ഒരു കമ്പനി ആയിട്ട് മാറണം എന്നുള്ളത്. ബിക്കോസ് സംബഡി ഹാസ് ടു ഡു ദാറ്റ്, റൈറ്റ്? സംബഡി ഹാസ് ടു ഡു. ബിക്കോസ് ഞങ്ങൾ വളരുമ്പോഴേക്ക് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലുള്ള ഏജൻസിനെ കണ്ടിട്ടാണ് വളരുന്നത്. അവർ ചെയ്തു, എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ എന്നുള്ള ഹോപ്പാണ്, അവരുടെ സക്സസ് ആണ് ഞങ്ങൾക്കുള്ള ഒരു ഹോപ്പ്. ഇന്നും ഞങ്ങൾ അവരെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അതേപോലെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് നിങ്ങളുടെ? നമ്മൾ ഹാക്കാൽ നമ്മളൊരു വെരി ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള അപ്സ്കില്ലിങ് എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പിന്നെ പകുതിയിലാണ് നമ്മളുള്ളത്. ഇനിയും ഒരുപാട് ഗ്രോ ചെയ്യാണ്ട്. ഏജൻസിയിൽ നമ്മൾ US പോവാം, വെരി ഗുഡ്. യുഎസിൽ പ്രസൻസ് തുടങ്ങാൻ പോവാം. പിന്നെ അതല്ലാണ്ട് ദുബായിൽ ഒന്നുകൂടി ഫുൾ ഫ്ലെഡ്ജ്ഡ് ആക്കാം. നമ്മൾ കുറച്ചും കൂടി സീനിയറായിട്ട് നമ്മളെക്കാളും അറിവുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഇതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നിങ്ങൾ എൻ്റെ ക്യാബിനിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും, സൈഡ് ഒരു മിറർ ഉണ്ട്, ദിസ് മാൻ ബിൽറ്റ് 100 crore കമ്പനി എന്നുള്ളത്. അപ്പം മിററിൽ എഴുതി വെച്ചിരിക്കുന്ന മിററിൽ എഴുതി വെച്ചിട്ടുണ്ട് ദിസ് മാൻ ബിൽറ്റ് 100 CR കമ്പനി എന്നുള്ളത്. വെരി ഗുഡ്. അപ്പം അതുതന്നെയാണ് ഞങ്ങളെല്ലാവരും, ഇത് എൻ്റെ എന്നുള്ളതല്ല, നമ്മുടെ സ്ഥാപനത്തിലുള്ള എല്ലാവരെയും ആഗ്രഹം ഒരു 100 കോടി റവന്യൂ ഉള്ള, വാല്യുവേഷൻ അല്ല, റവന്യൂ ഉള്ള കമ്പനിയിലോട്ട് മാറാം. അതെത്തിയതിന് ശേഷം പിന്നെ നെക്സ്റ്റ് തിങ് അത് വരുമ്പോഴേക്ക് അതിൻ്റെ കൂടെ ഉള്ള എല്ലാവർക്കും അതിൻ്റെ ഗ്രോത്ത്, ടീമിലുള്ള എല്ലാവർക്കും അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. ഹാരിസ്, വളരെ ചുരുങ്ങിയ പ്രായത്തിനിടയിൽ താങ്കൾ വിജയം നേടിയൊരു വ്യക്തിയാണ്, വളർച്ചയുടെ പാതയിലാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ആരോടാണ് നന്ദി പറയാനുള്ളത്? എൻ്റെ ഫാമിലിയോട് തന്നെയാണ്. ഗിവ് അപ്പ് ചെയ്യാത്തതുകൊണ്ട്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മക്കൾക്ക് എപ്പോഴും ടെൻഷനാണ് ഇവനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നുള്ളത്. അപ്പം അവർ ഗിവ് അപ്പ് ചെയ്യാത്തതുകൊണ്ടുള്ള ആ ഒരു താങ്ക്സ് ആണ്. എൻ്റെ ബ്രദറാണ്. ബ്രദർ പണ്ട് മുതലേ ബിസിനസ് കൊച്ചിയിൽ തന്നെയാണ്. അപ്പം പണ്ട് മുതലേ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ബ്രദർ പല കാര്യത്തിലും നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനും. പിന്നെ ഞാൻ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഈ ഹോട്ടലിലൊക്കെ ടാബ്ലറ്റ് ക്വിറ്റ് മാനേഴ്സും കാര്യങ്ങളും. ബ്രദർ കുറേ ട്രാവൽ ചെയ്ത ആളാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വൈഫ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഫിനാൻഷ്യലി കുറച്ച് വീക്കാണ്, നമ്പർ പേഴ്സൺ അല്ല. സോ ഷീ ഹാൻഡിൽസ് ദാറ്റ്. ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട് റീസെൻ്റ്ലി ആയിട്ട്. പെൺകുട്ടി, അലാനി എന്നാണ് പേര്. പിന്നെ അതല്ലാണ്ട് എൻ്റെ സ്ഥാപനത്തിലുള്ള എല്ലാവരും അവരൊക്കെ പിന്നെ വെരി കമ്മിറ്റഡ് ആയിട്ട്, വെരി എന്താ പറയുക, അവരവരെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇത്ര ഫാസ്റ്റായിട്ട്, നമ്മൾ തുടങ്ങിയിട്ട് ഒരു 5 വർഷമേ ആയിട്ടുള്ളൂ. ഹാക്കാണെങ്കിൽ 3 വർഷമേ ആയിട്ടുള്ളൂ. പിന്നെ നമ്മളെ ക്ലയൻസ്, നമ്മളെ കൂടെയുള്ള സ്റ്റുഡൻസ് ആവട്ടെ, ക്ലയൻസ് ആവട്ടെ, നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നമ്മളെ കൂടെ വന്ന ആൾക്കാർ. പിന്നെ ഒരുപാട് മെൻറ്റേഴ്സ് ഉണ്ട് എനിക്ക്. പിന്നെ ഒരുപാട് നിങ്ങളടക്കം വന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അന്ന് പഠിപ്പിച്ച് പോയിട്ടുണ്ട്. അപ്പം ആ മെൻറ്റേഴ്സിൻ്റെ പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ ഓരോ സ്ഥലത്തും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ്. ഹാരിസ്, നമ്മുടെ ജെൻസി പുതിയ തലമുറയോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു അവസാന വാക്ക്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒന്ന് പേഷ്യൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക്
പേഷ്യൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഡോപ്പമിൻ റഷിൻ്റെ പിന്നിൽ പോവാണ്ട് യു നീഡ് ടു ഡിഫൈൻ യുവർ സക്സസ്. സക്സസ് ഈസ് ഓൾവേസ് നോട്ട് റിച്ച് കാർസ് അല്ലെങ്കിൽ ലക്ഷറി ലൈഫ്. ഇറ്റ്സ് നോട്ട് ഓൾവേസ് ഇൻസ്റ്റഗ്രാം റീൽസ്. ഇറ്റ്സ് ഓൾസോ മേ ബി എ ക്വയറ്റ് പീസ്ഫുൾ ഹാപ്പി ആയിട്ട് ഒരു സ്ഥലത്തിരിക്കുക എന്നുള്ളത്. സോ യു നീഡ് ടു ഡിഫൈൻ യുവർ സക്സസ്. ആ സക്സസ്സിലേക്ക് യു നീഡ് ടു പ്ലേ ദി ലോങ് ടേം ഗെയിം, നോട്ട് ദി ഷോർട്ട് ടേം ഡോപ്പമിൻ റഷ് ഫെയിലിയേഴ്സ് കാര്യങ്ങളൊക്കെ വരും. ബട്ട് വാട്ട് ഈസ് ദാറ്റ്, ഈ ഡോട്ട്സ് ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദാറ്റ്, ഇറ്റ് ഈസ് റീഡയറക്റ്റിംഗ് ടു ദ ലോങ് ടേം. അത് നോക്കാം. എപ്പോഴും നിങ്ങൾ ഗോൾസ് വെക്കുമ്പോഴേക്ക് വലിയ ഗോൾസ് വെച്ചിട്ട് യു കണക്ട് ദ ഡോട്ട് ബാക്ക്വേർഡ്സ്. ഒരിക്കലും ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഗോൾസ് വെച്ച് കഴിഞ്ഞാൽ യു വിൽ നെവർ റീച്ച്. ഇതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ലോങ് ടേം ഗെയിം കളിക്കുക, ഇതുതന്നെയാണ് എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുള്ളത്. ഷോർട്ട് ടേമിൽ അതിൻ്റെ ഇടയിൽ വേണ്ടിയിരിക്കുക. ഹാരിസ് ആൻഡ് കമ്പനിയും ഹാക്കയുമായി ഉയരങ്ങളിലേക്ക് പറക്കുകയാണ്. നിങ്ങൾ കേട്ടു ഹാരിസ് അബൂബക്കർ എന്ന ഈ യുവ സംരംഭകൻ്റെ ത്രസിപ്പിക്കുന്ന സ്പാർക്കുള്ള കഥ. പുതിയ തലമുറ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കാനുണ്ട്. അദ്ദേഹം പറഞ്ഞത് വളരെ സ്പഷ്ടമാണ്, വ്യക്തമാണ്, പേഴ്സണലി എനിക്കും അറിവുള്ളതാണ്. പുതിയ തലമുറ വളരെ ഫാസ്റ്റായിട്ട് ചിന്തിക്കുകയും പ്രൊവാക്റ്റീവാണ്, അവർ പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാൻ കഴിവുള്ളവരുമാണ്. അത്തരം ജീവനക്കാരെ നമ്മൾ കണ്ടെത്തുമ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവർ പെട്ടെന്ന് ഇട്ടിട്ട് പോവുകയും ചെയ്യും. ഇന്ന് പുതിയ തലമുറ സംരംഭങ്ങളുടെ പിന്നിലാണ്. എന്നാൽ അവരുടെ വിജയമിരിക്കുന്നത് ഈ ഓട്ടത്തിലല്ല, ഫോക്കസിലാണ്. എവിടെയെങ്കിലും ഒരു നല്ല മേഖല കണ്ടെത്തി അത് ഫോക്കസ് ചെയ്ത് അത് വിജയിപ്പിക്കലാണ്. ഹാരിസിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ നല്ല കഠിനാധ്വാനമുണ്ട്. അദ്ദേഹം 15 സംരംഭങ്ങൾ, ഒന്നല്ല രണ്ടല്ല 15 സംരംഭങ്ങൾ തകർന്നതിന് ശേഷമാണ് വിജയിച്ചത്. എന്നാൽ ആ തകർച്ചയിൽ നിന്ന് അദ്ദേഹം എന്ത് പഠിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്. അദ്ദേഹം അത് പഠിച്ച് തിരുത്തി നല്ല ഫോക്കസോടുകൂടി നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്ത് 250 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭകനായി വളർന്നു കഴിഞ്ഞു. നമുക്ക് അഭിമാനിക്കാം. ഇത്തരം നല്ല യുവ സംരംഭകർ നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ. നിരവധി തൊഴിലവസരങ്ങൾ നമുക്കുണ്ടാവട്ടെ. നമ്മുടെ ചെറുപ്പക്കാർ നാട് വിട്ടു പോകാതിരിക്കട്ടെ. ഹാരിസ്, വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് താങ്കൾ എൻ്റെ സുഹൃത്താണെന്ന് പറയാൻ. ഹാരിസ് ആൻഡ് കോയും താങ്കളുടെ ഹക്കയും ഒക്കെ ആ വിഷനിലേക്ക് എത്തട്ടെ. നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കാനാവട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിലെ എല്ലാ നല്ല പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു.